ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 24 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് 25-ാമത്തെ ശ്ലോകം നോക്കാം. ധ്യാനേനാത്മനി പശ്യന്തി കേചിതാത്മാനമാത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. കേജിൽ ചിലർ ധ്യാനയോഗത്താൽ ആത്മനാ ആത്മാവ് കൊണ്ട്, അതായത് സ്വയം, ആത്മാനം ആത്മാവിനെ, അതായത് പരമാത്മാവിനെ, ആത്മനി തന്നിൽ തന്നെ, സ്വന്തം ആത്മാവിൽ തന്നെ, പശ്യന്തീം കാണുന്നു അഥവാ അറിയുന്നു. അന്യേ മറ്റു ചിലർ സാഖ്യേന യോഗേന സാഖ്യയോഗം കൊണ്ടും, അതായത് ജ്ഞാനയോഗം കൊണ്ടും, അപരേ വേറെ ചിലർ കർമ്മയോഗേന ച കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ അറിയുന്നു. ചിലർ ധ്യാനയോഗത്താൽ സ്വയം ആത്മാവിനെ തന്നിൽ തന്നെ കാണുന്നു. മറ്റു ചിലർ ജ്ഞാനയോഗം കൊണ്ട് ആത്മാവിൽ തന്നെ ആത്മാവിനെ അറിയുന്നു. വേറെ ചിലരാകട്ടെ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ അറിയുന്നു. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. ചിലർ ധ്യാന പരിശീലനം കൊണ്ട് സ്വയം പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു. മറ്റു ചിലരാകട്ടെ സാഖ്യയോഗമാർഗമായ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും വിശകലനങ്ങളിലൂടെയും, അതായത് ജ്ഞാനമാർഗത്തിലൂടെയും, വേറെ ചിലർ നിഷ്കാമ കർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ അറിയുന്നു. ധ്യാനം എന്നാൽ യമനിയമങ്ങളിൽ തുടങ്ങി ഏകാഗ്രമായ ധ്യാനത്തിലെത്തിച്ചേരുന്ന അഷ്ടാംഗയോഗം അഥവാ പതഞ്ജലി യോഗം ആണ് ഇവിടെ വിവക്ഷിതം. പതഞ്ജലി മഹർഷിയാൽ നിർമ്മിക്കപ്പെട്ട അഷ്ടാംഗയോഗം വിവിധ യോഗമാർഗങ്ങളിലൂടെ ഈശ്വരനിൽ എത്തിച്ചേരുക, അതാണിവിടെ യോഗമാർഗം എന്ന് പറയുന്നത്. സാഖ്യയോഗം എന്നാൽ ജ്ഞാനയോഗം തന്നെ, അതായത് ഭഗവത് തത്വത്തെ കഠിനമായ ഗവേഷണങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും അറിയുക. ഇത് ഈ വൈരാഗികളുടെ മാർഗമാണ്. വൈരാഗികളെന്ന് പറഞ്ഞാൽ രാഗദ്വേഷാദികളെല്ലാം വെടിഞ്ഞ ഉന്നതമായ ആധ്യാത്മിക മാർഗത്തിലൂടെ പോകുന്നവരുടെ മാർഗമാണത്. ഈ രണ്ട് മാർഗങ്ങളും അത്ര എളുപ്പമുള്ളതല്ല. യോഗമാർഗവും ജ്ഞാനമാർഗവും രണ്ടും കഠിനമായ പരിശ്രമം ആവശ്യമുള്ളതാണ്. യോഗമാർഗം അതികഠിനമായ യോഗ അഭ്യാസങ്ങൾ, അതിലൂടെയെല്ലാം യമനിയമാദികളിലൂടെയെല്ലാം കടന്നു പോകേണ്ടതാണ് യോഗമാർഗം. ജ്ഞാനമാർഗവും അതുപോലെ തന്നെ കഠിനമായ പഠനവും തത്വശാസ്ത്ര ഗവേഷണവും എല്ലാം ആവശ്യമുള്ളതാണ് ഈ ജ്ഞാനമാർഗം. അപ്പോൾ ഈ രണ്ട് മാർഗവും അത്ര എളുപ്പമുള്ളതല്ല. എന്നാൽ മൂന്നാമത്തെ മാർഗം കർമ്മയോഗം എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മ ആചരണമാണ്. ഫലേച്ഛ വെടിഞ്ഞുള്ള കർമ്മം, കർമ്മകുശലത, സമചിത്തത, അർപ്പണഭാവം ഇവയൊക്കെയാണ് കർമ്മയോഗം. അത് പ്രായേണ എളുപ്പമുള്ളതാണ്. ചെയ്യുന്ന സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുക, ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാതെ ഇരിക്കുക, ഫലേച്ഛ കൂടാതെ സ്വകർമ്മം അനുഷ്ഠിക്കുക,
ആ കർമ്മം ചെയ്യുന്ന കർമ്മത്തിലൊരു കുശലത വേണം, ഒരു സാമർഥ്യം വേണം, സമചിത്തത പാലിക്കണം, അർപ്പണ മനോഭാവം വേണം. ഇതൊക്കെയാണ് കർമ്മയോഗം. അപ്പോൾ പ്രായേണ ഈ 3 മാർഗങ്ങളിൽ എളുപ്പമുള്ളതാണ് കർമ്മയോഗം. കുറച്ചൊരു ശ്രദ്ധ ഉണ്ടായാൽ മതി. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള 3 മാർഗങ്ങളാണ് ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. യോഗമാർഗം, ജ്ഞാനമാർഗം, കർമ്മമാർഗം. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.